ഹലോ PSC ആസ്പിരൻസ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ച് ഞാൻ കുറച്ച് പ്ലാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ ഡെയിലി പ്ലാനറാണ്. അല്ലെങ്കിൽ ഡെയിലി പഠിച്ചത് ഇങ്ങനെ ഇടും. ഓൾമോസ്റ്റ് ഞാൻ ഡേ 61 എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ റൗണ്ടാണ്. ആദ്യത്തെ റൗണ്ട് 100 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ടാണ് ഈ ഒരു 61 ദിവസത്തിൽ വന്ന് കിടക്കുന്നത്. ഇന്ന് ജനുവരി 2-ാം തീയതി. അയ്യോ മറന്നുപോയി ഗൈസ്. കണ്ടോ, നമുക്ക് ഇപ്പം ഇത് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണല്ലേ. നമുക്കുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഈ ഒരു ഡേറ്റ് മാറി പോകുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് 2-ാം തീയതിയാണ്, 2026 ആയി. അപ്പോൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് എനിക്ക് ഇന്നുള്ള ക്ലാസ്സസും പിന്നെ എൻ്റെ പെൻഡിങ് ക്ലാസ്സസിൻ്റെ എണ്ണമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തത്. ആൻഡ് എനിക്ക് ഇനിയിപ്പം നമ്മൾ 2026 ആയി. അപ്പോൾ എനിക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ SCRT ഷുഡ് സ്റ്റാർട്ട് SCRT എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി SCRT തീർക്കണം. അതുപോലെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഡെയിലി ചെയ്യണം. മലയാളം ഇംഗ്ലീഷും ആൾട്ടർനേറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഓൾറെഡി ക്ലാസ്സിലുള്ള നോട്ട്സ് പഠിക്കുക. അതാണ് ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത്, PYQ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് തന്നെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി 2026 അവസാനിച്ചു, തുടങ്ങി, നോ ടൈം ടു സ്റ്റഡി, സമയമേ ഇല്ല എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പോലെ ഒരു ദിവസം മൺഡേ വന്നിട്ട് ബയോളജി, മലയാളം, മാത്സ്, PYQ, സൈക്കോളജി, സോഷ്യൽ, ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒരു ഷോർട്ട് പ്ലാൻ ഇവിടെ ഉണ്ട്. അതായത് ഓരോ ആഴ്ചയിലും, അപ്പോൾ നമ്മൾ സാറ്റർഡേ വരെ എടുത്തിട്ടുണ്ട് 6 ദിവസത്തിൽ സയൻസും ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൺഡേ മലയാളം ആണെങ്കിൽ ട്യൂസ്ഡേ ഇംഗ്ലീഷ്, വെനസ്ഡേ മലയാളം ആണെങ്കിൽ തേഴ്സ്ഡേ ഇംഗ്ലീഷ്, ഫ്രൈഡേ മലയാളം ആണെങ്കിൽ സാറ്റർഡേ ഇംഗ്ലീഷ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടാണ് ഞാൻ ലാംഗ്വേജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സയൻസ് മെയിൻ സബ്ജക്റ്റ് ആയതുകൊണ്ട് മൺഡേ ട്യൂസ്ഡേ ബയോളജി, വെനസ്ഡേ തേഴ്സ്ഡേ കെമിസ്ട്രി, ഫ്രൈഡേ സാറ്റർഡേ ഫിസിക്സ്, സൺഡേ റിവിഷൻ. ഇത് എന്തായാലും സ്ഥിരമായിട്ട് എടുക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. സ്ഥിരമായിട്ട് പോകാൻ വേണ്ടിയിട്ട്, സ്ഥിരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം ടേബിൾ. ഇവിടെ ഈ കാണുന്ന സോഷ്യൽ സൈക്കോളജിയൊക്കെ നമ്മുടെ തോന്നുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പുതിയൊരു ടൈം ടേബിൾ നിങ്ങളും പ്ലാൻ ചെയ്യുക, നല്ലപോലെ തന്നെ പഠിക്കുക. ഹോപ്പ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.